തള്ളിയ കല്ല് മൂലക്കല്ലാകുക. ദ കോർണർ സ്റ്റോൺ, ദ സ്റ്റോൺ ദാറ്റ് വാസ് റിജക്റ്റഡ് ബിക്കം ദ കോർണർ സ്റ്റോൺ. തള്ളിയ കല്ല് മൂലക്കല്ലാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ തള്ളപ്പെട്ടവരായിട്ട് തോന്നിക്കുന്നു എങ്കിൽ, നമ്മളെ വിലയില്ലാത്തവരായിട്ട് കുടുംബാംഗങ്ങൾ കാണുന്നുവെങ്കിൽ, കർത്താവിന് വലിയ പ്ലാനുണ്ട് നിങ്ങളെക്കുറിച്ച്. കഴിഞ്ഞ ദിവസം ഒരു മരുമകൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്താലും ഇവിടെയുള്ള ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ ചെയ്യുന്ന ഒന്നും അവർക്ക് പിടിക്കുന്നില്ല, ഈ കണക്കിൽ പോയാൽ എന്തിനാ ജീവിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി പ്രയാസം തോന്നി. ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ കൊച്ചിനെ വിളിച്ച് ഉപദേശം കൊടുത്തു. ഞാൻ പറഞ്ഞു, നിൽക്കുന്നിടത്ത് നീ ഉറച്ച് നിൽക്കുക. ഒരു കാലത്ത് നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ സാഹചര്യം ഒരു ടേൺ അറൗണ്ട്, ഒരു വ്യത്യാസം വരും. അതുവരെ അവിടെ തന്നെ നിൽക്കുക. എനിക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൾ ചെടി നടാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ചും കൂടെ സന്തോഷമായിട്ട് നടക്കാൻ പോകുന്നു, ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത് എനിക്ക് വ്യത്യാസമുണ്ട് എന്നൊക്കെ എന്നോട് വിളിച്ച് പറയുമെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും സങ്കടം പറയും. എന്നെ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല, ഞാൻ കൊണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കുന്നില്ല, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കളിയാക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മൾ ഓരോരുത്തരും കുടുംബങ്ങളിൽ ചെയ്യുന്നത് നമ്മൾക്ക് വേറൊരാൾക്കത് പ്രയാസമാക്കി മാറ്റുന്നു എങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരാണ്. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോഴും യേശുക്രിസ്തുവിനെ ഒത്തിരി സഹോദരന്മാർ വേണ്ടാത്തത് പറയുന്നതാണ് കാണാം. അവനെ അറിയാവുന്നവർ അവനെക്കുറിച്ച് അപവാദം പറയുന്നുണ്ട്. പിന്നെ പരീശന്മാർ, അതുപോലെ പുരോഹിതന്മാർ, പലയിടത്തും യേശു നമ്മൾ അറിയുന്നതിൽ കൂടുതൽ ഭാരം വഹിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചത്. ഹി വാസ് എ റിജക്റ്റഡ് സ്റ്റോൺ. മറ്റുള്ളവരാൽ തള്ളപ്പെട്ടവനായിട്ട് തന്നെയാണ്. എത്ര കൂട്ടുകാരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 30 വയസ്സുള്ള തൊട്ടേ അറിയത്തുള്ളൂ. അതിൽ 3 പേരെയാണ് തിരഞ്ഞെടുത്തത്, യോഹന്നാന്, പത്രോസ്, യാക്കോബ്. എന്നിട്ട് പോലും അവർ 3 പേരും ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് അവർ യേശുവിൻ്റെ കൂടെ നിന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു യഥാർത്ഥ ഒരു കൂട്ടുകാരൻ യേശുവിനില്ലായിരുന്നു. നമുക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മളീ പറയുന്ന ലോകത്തിലെ കൂട്ടുകാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മുടെ സമയം കളയുമ്പം സത്യത്തിൽ നമ്മൾ ചിന്തിക്കണം, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ ആരും നമ്മളെ സഹായിക്കാൻ കാണത്തില്ല. പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മുടെ ആവശ്യ സമയത്ത് അവൻ ആളുകളെ അയച്ചു തരും. സ്വർഗം തുറന്ന് നമുക്ക് അനുകൂലമാക്കിയ ആളുകളെ അയച്ചു തരും. അതവൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരും തള്ളിയ കല്ലായിട്ട് തോന്നിക്കുന്നു എങ്കിൽ നിങ്ങളെ മൂലക്കല്ലാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ അല്പം സമയമെടുക്കും. അതിനിടയ്ക്ക് നമ്മുടെ ഈ കല്ലുകൾ, ഈ മൂലക്കല്ലൊക്കെ വെക്കുന്ന പറഞ്ഞാൽ ചുമ്മാ കാണുന്ന കല്ലിൽ നിന്നല്ല, ആ കല്ലെടുത്ത് ചെത്തി വെടിപ്പാക്കി നല്ല കറക്റ്റ് ഷേപ്പാക്കിയിട്ട് മൂലക്കല്ലായിട്ട് വെക്കത്തുള്ളൂ. അതാണ് പ്രോസസ്സ്. അതുകൊണ്ട് പറ്റിയ വാക്യങ്ങൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:21-22, 1 പത്രോസ് 2:4-5 ഇതിനു വേണ്ടി എടുക്കുന്നത്. അതിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 21, 20, 21, 22 വായിക്കുമ്പോൾ, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. 1-ാം വാക്യം, ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ. നമ്മൾക്ക് ഉറപ്പുണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാൽ എൻ്റെ ഭവനത്തിൻ്റെ മൂലക്കല്ല്, എൻ്റെ ഹൃദയത്തിൻ്റെ മൂലക്കല്ല് യേശു തന്നെ. എൻ്റെ സിംഹാസനത്തിൽ യേശു നടുക്കിയിരിക്കുക. അതിനാൽ അവനാണ് എൻ്റെ മൂലക്കല്ലായിട്ടിരിക്കുന്നത് എങ്കിൽ എന്നെ എന്താക്കി മാറ്റുന്ന അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. ചെറിയ കാര്യമാണോ നമ്മളെ വിളിച്ചിട്ട് അപ്പോസ്തലനും പ്രവാചകന്മാരും ആക്കാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? ദൈവം പോലും, യേശു പോലും ജീവിച്ചിരുന്ന കാലത്ത് വലിയ പഠിത്തമുള്ളവരൊന്നും അല്ല ദൈവവചനത്തിന് ഉപയോഗിച്ചത്. ദൈവം മരിച്ച് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞിട്ടാണ് പൗലോസിനെ പോലും പഠിത്തമുള്ള ആളിനെ തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് പഠിത്തമുള്ളവർ കുറവായിരുന്നു.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തക്ക സമയത്ത് ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം ക്രിസ്തു നമുക്ക് മൂലക്കല്ലായിരിക്കുന്നു എങ്കിൽ നമ്മളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്നു. ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ വീട് പണിയാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തു ഇല്ലാതെ പണിയുന്ന ഭവനം നശിച്ചു പോകും. അതാണ് പറയുന്നത്, പാറയാവുന്ന ക്രിസ്തുവിന്മേൽ നീ വീട് പണിയുന്നു എങ്കിൽ കാറ്റും കോളും വരും, മഴയും വെയിലും വരും. പക്ഷേ കാറ്റും കോളും വരുമ്പോൾ ദൈവത്തിൻ്റെ പാറയിൽ പണിയുന്ന ഭവനം ഉറച്ചു നിൽക്കും. മണലിന്മേൽ പണിയുന്ന ഭവനമോ നശിച്ചു പോകും. അതിൻ്റെ പതനമോ വലിയതു തന്നെ. അപ്പോൾ അത് വളരെ സങ്കടമാണ്. ആ അവസ്ഥയിൽ ആരെങ്കിലും പോകുന്നുവെങ്കിൽ ഞാൻ ആ വഴിക്ക് യേശുവിൻ്റെ ക്രൂശിനെ നാട്ടിവെക്കുകയാണ്. ഇതുവരെ മതി എന്ന് പറയുന്ന വചനം അയച്ചിട്ട് അവരുടെ വഴിയിൽ ഒരു കുരിശ് നാട്ടിവെക്കുകയാണ്. അതിനപ്പുറം അവർക്ക് പോകാനൊക്കത്തില്ല. ഭൂമിയിൽ നമ്മൾ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും, ഭൂമിയിൽ നമ്മൾ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കും. അങ്ങനെ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നതിനാൽ ഇതുവരെ മതി എന്ന് സമുദ്രത്തിന് അതിര് വരച്ച ദൈവം നമ്മുടെ വചനം കൊണ്ട് അതിര് വരയ്ക്കും നമുക്കാണ്. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ട ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. അതാണ് ഈ പണിയലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ യൂണിറ്റി ആൻഡ് ലവ്, ഐക്യതയും സ്നേഹവും വരുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രമാണ്. ഈ പണമുള്ളപ്പോൾ ഒത്തിരി കൂട്ടുകാർ കാണും. അവരോ ഇനി എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി പലരും ചെറുപ്പക്കാർ പറയുന്നേക്കാം. അപ്പനെ അമ്മയൊന്നും അവർക്കുണ്ട്. പക്ഷെ പണമൊന്ന് പോയി നോക്കട്ടെ. ഇന്നലെ കണ്ട കൂട്ടുകാരൊന്നും കാണത്തില്ല. ആര് പഠിപ്പിച്ചു കൊടുക്കാതെ. ശരിയല്ലേ? മുടിയാനായ പുത്രൻ്റെ എല്ലാ പണവും കൊണ്ടുപോയപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. അന്നേരം അവന് അപ്പനും വേണ്ട, സഹോദരനും വേണ്ട, വീട്ടുകാരും വേണ്ട, നാട്ടുകാരും വേണ്ട. എല്ലാം നശിപ്പിച്ചപ്പോൾ എവിടെ പോയി? അവരാരും കൂടെ ഇല്ലായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരു കോയിന് രണ്ട് സൈഡുണ്ട്. സുഖവും സമൃദ്ധിയും വരുമ്പം ദൈവത്തെ മറന്ന്, സ്വന്തക്കാരെ മറന്ന്, സ്വന്തം ഭാവി ഭർത്താവിനെ മക്കളെ ഇട്ടേച്ചു പോകുന്ന സ്ത്രീകൾ, ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയും മക്കളെ മറന്നു പോകുന്നവർ, അപ്പനമ്മയെ നോക്കാൻ മടിയുള്ളവർ, സമൂഹം ശാപത്തിലേക്ക് നീങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ ദൈവം ആഗ്രഹിക്കുക. എന്തോ അപ്പോസ്തലന്മാരും പുരോഹിതന്മാരുമായിട്ട് നിന്ന്. അതാണ് എഫെസ്യർക്ക് 4:11 പറയുന്നുണ്ട്. യേശു ജീവിച്ചിരുന്ന കാലത്ത് ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ ഇടയന്മാരും ഉപദേഷ്ടാക്കന്മാരുമായി നിയമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു സഭയിൽ ഈ 5 ഘടകവും ഉണ്ടായിരിക്കണം. അതില്ലാത്ത സഭ പൂർണ്ണതയാകുന്നില്ല. യേശു ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ മെയിൻ ലൈൻ ചർച്ചസിൽ നോക്കുകയാണെങ്കിൽ അവർ വർഷിപ്പാണ് സൺഡേയിൽ ചെയ്യുന്നത്. ബാക്കി ദിവസങ്ങളിൽ അവർ ഇടയ്ക്ക് പ്രാർത്ഥന നടത്തി, ബൈബിൾ സ്റ്റഡി നടത്തി, സ്മോൾ ഗ്രൂപ്പ് നടത്തുന്നില്ലെങ്കിൽ ചർച്ച് നിന്ന് പോകും. പിന്നെ ചുമ്മാ അതൊരു പൊള്ളയായിട്ടുള്ളൊരു പള്ളി ഉണ്ടെന്ന് പറയാനേ ഉള്ളൂ. പക്ഷേ വചനാടിസ്ഥാനത്തിൽ പണിതെടുക്കുന്ന ചേർച്ചാണെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, മെയിൻ ലൈനിലോ പെൻഡക്കോസ്റ്റിലോ, അത് നിലനിൽക്കും. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും, ആരൊക്കെ ഉണ്ടായിരിക്കുന്ന പറയുന്നത്? അവിടെ ആരുണ്ട്? പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കൾ. അതാണ് they are the apostles, they are actually the evangelists, they are the preachers, and they are the pastors and teachers. അപ്പോൾ ഇതെല്ലാം ഈ 5 ഘടകവും ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആലയം പണിതെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ പ്രയർ ഗ്രൂപ്പിൽ പോലും ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് അല്ലെ ക്വാളിറ്റീസ് ഉള്ളവരെ നമ്മൾ കാണാൻ സാധിക്കും. അത് ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ സഭയുടെ വർധനയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. 1 പത്രോസ് 2:4-5 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ്: മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകണം. അപ്പം നമ്മളോട് ദൈവം പറയുകയാണ്, മനുഷ്യർ തല്ലിയെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ, അതായത് മനുഷ്യൻ യേശുവിനെ തള്ളിയെങ്കിലും ജീവനുള്ള കല്ലായ ക്രിസ്തുവേശുവിൽ വേണം നമ്മൾ നമ്മുടെ ഭവനം പണിതെടുക്കുവാൻ. ക്രിസ്തുവേശു. ഈ വാക്യങ്ങളിലെല്ലാം യേശുക്രിസ്തു, പരിശുദ്ധാത്മ വരുമ്പോൾ യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നത് കണ്ടില്ലേ? ദൈവത്തിന് വളരെ നിർബന്ധമാണ് നമ്മൾ ദൈവത്തിൽ തന്നെ വീട് പണിയണമെന്ന്.
അതുകൊണ്ടാണ് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. വ്യക്തമായിട്ട് ദൈവം പറയാണ്, നിങ്ങൾ എന്നിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല. അനേക കുടുംബങ്ങൾക്ക് ഇതൊരു വെളിച്ചമായി വരികയാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ വീട് പണിയുക. നിങ്ങൾ അങ്ങനെയാണ് വീട് പണിയുന്നത് എങ്കിൽ യേശു പറയുന്നു, പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ ഒരു നാളും ലജ്ജിച്ച് പോകുകയില്ല. ആരെങ്കിലും നിങ്ങൾക്ക് വാഗ്ദത്തം കിട്ടിയിട്ട് അത് പ്രാപിക്കുന്നില്ല എങ്കിൽ ക്രിസ്തു പറഞ്ഞ വാഗ്ദത്തത്തിന് വില കൊടുത്ത് ആ വിത്ത് കൊണ്ട് ഇട്ട് കിളിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് കൃപയില്ലാതെ പോകുന്നത് കൊണ്ടാണ്. നല്ല വിത്ത് നല്ല നിലത്തിടണം. നല്ല നിലത്തിട്ടിട്ട് മണ്ണും വെള്ളവും വെയിലും വളവുമുണ്ടെങ്കിൽ നൂറുമേനിയായിട്ട് തന്നെ അത് വർദ്ധിച്ചു വരും. അത് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൽ ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ കൊല്ലം പറഞ്ഞത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, വിത്തിട്ട് കിളിപ്പിച്ചോ? എത്രയോ പ്രവാചകന്മാർ പ്രോഫസി പറഞ്ഞുകൊണ്ട് നടക്കും. വചനങ്ങളെല്ലാം പ്രോഫസീസാണ്. പക്ഷെ ഇത് എൻ്റേതായിട്ട് എടുത്തിട്ട് നല്ല മണ്ണിൽ കൊണ്ടത് കുഴിച്ചിട്ടിട്ട് ദിനം പ്രതി അതിന്മേൽ പരിരക്ഷ അല്ലെങ്കിൽ അത് നോക്കിയിട്ട് അത് വളർത്തിയെടുക്കേണ്ട ചുമതല നമ്മുടേതാണ്. എൻ്റെ ഹൃദയത്തിൽ വളർത്തിയെടുക്കേണ്ട ചുമതല എനിക്കാണ്. നിങ്ങൾക്ക് അയക്കുന്ന വചനം ജീവനുള്ള വചനമാണ്. പ്രവർത്തിക്കട്ടെ. ദൈവം നമ്മുടെ മൂലക്കല്ലാകുന്ന ക്രിസ്തുവിൽ പണിതെടുക്കാൻ ആഗ്രഹം. ഞാനും എൻ്റെ കുടുംബമോ യേശുവിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള വിശ്വാസത്തോടെ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബം ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് പറയാനുള്ള കൃപ ഇതിൻ്റെ കൂടെ കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, തള്ളിയ കല്ല് മൂലക്കല്ലാക്കാൻ നിനക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ചിലരെ അപ്പോസ്തലനും, ചിലരെ പ്രവാചകന്മാർ, ചിലരെ കർത്താവെ സുവിശേഷം, ചിലരെ പാസ്റ്റേഴ്സ്, ചിലരെ ടീച്ചേഴ്സാക്കിയൊക്കെ അപ്പച്ചൻ ഒരു 5 fold മിനിസ്ട്രിയാണ് അപ്പച്ചൻ്റെ സഭയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചിലർക്ക് അവരുടെ ഉള്ളിലുള്ള കഴിവ് പോലും എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിലാണ് ഞങ്ങൾ ആലയം പണിയുന്നത് എങ്കിൽ ഈ സ്വഭാവങ്ങൾ, അപ്പച്ചനിട്ടിരിക്കുന്ന ഗിഫ്റ്റുകൾ പുറത്ത് വന്ന് പ്രവർത്തിച്ചേ പറ്റൂ. അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ വരണ്ട ജീവിതമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ല വളമുള്ള ഒരു നല്ല തോട്ടമാക്കി ഞങ്ങളുടെ ആലയങ്ങളെ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ഞങ്ങളുടെ മക്കളെ ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീയാകുന്ന കല്ല്, അപ്പച്ചനാകുന്ന മൂലക്കല്ലിന്മേൽ ഭവനം പണിയുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ആരെങ്കിലും മാറി നിൽക്കുന്നെങ്കിൽ നിൻ്റെ ദിവ്യ സ്നേഹം കൊണ്ട് അപ്പച്ചൻ അവരുടെ തോളയിൽ കൈയിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരുന്നത് കാണിക്കുന്നതിന് സ്തോത്രം ചെയ്യും. അപ്പച്ചൻ സന്തോഷിക്കുന്നതായിട്ട് കാണിക്കുന്നതിൽ സന്തോഷിക്കുന്ന അപ്പച്ചൻ. നിൻ്റെ ദിവ്യ സ്നേഹം ഇവിടെ ഒഴുകുന്നതിനാൽ സ്തോത്രം. ഞങ്ങൾ വചനം പറയുമ്പോൾ അവിടുന്ന് സന്തോഷിക്കുന്നുണ്ട്. സത്യവചനം വള്ളിക്കും പുള്ളിക്കും തെറ്റില്ലാതെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ അവിടുന്ന് അനുവദിക്കുന്ന ദിവ്യ കൃപയ്ക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.